AVG വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെക്കുറിച്ച് അല്പം സമയം നിങ്ങളോട് സംവദിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം ലോകത്തിൻ്റെ ഒരു പ്രദേശത്തുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് ചാകര എന്നത്. കേരളത്തിൻ്റെ കടൽ തീരത്ത് പലയിടങ്ങളിലായി നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ചാകര സൃഷ്ടിക്കപ്പെടുമ്പോൾ കടൽ തീരത്തെ മുക്കുവരെല്ലാം വളരെ സന്തോഷത്തിൽ തുലച്ചുല്ലസിക്കും. കാരണം വലിയ കോരാണ് അവർക്ക് ലഭിക്കുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വലിയ തോതിലുള്ള വിവിധ ഇനം മത്സ്യങ്ങൾ ഈ ചാകര സമയത്ത് ലഭിക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം ചെമ്മീൻ സിനിമയിൽ പോലും ചാകരയെക്കുറിച്ച് പറയുന്നുണ്ട്. ചാകര ഇന്ന് ഉത്സവമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ചാകര എന്ന ഫിനോമിനെക്കുറിച്ച് അതെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഉള്ളത്, വേറെ ലോകത്തൊരിടത്തും ഇല്ലാതെ കേരളത്തിൽ മാത്രം, എന്താണ് ചാകരയുടെ പ്രത്യേകതകൾ? നമുക്കറിയാം, ചാകര പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കടൽ തിരമാലകളൊക്കെ അതിൻ്റെ തീവ്രത കുറച്ച് വളരെ സൈലൻ്റായിട്ട് ചെറിയ തിരമാലകൾ മാത്രമുള്ള ഒരു പ്രദേശമായിട്ട് മാറും. മാത്രമല്ല, ഈ ചാകര പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ഒരു ചെറിയ ലൈറ്റ് ഗ്രീനിഷ് കളറ് ഉള്ള ഒരു പ്രദേശമായിട്ടാണ് അത് കാണപ്പെടുന്നത്, വളരെ സൈലൻ്റായിട്ടുള്ളത്. അവിടെ ധാരാളം മത്സ്യങ്ങൾ പല പ്രദേശത്തു നിന്നും വന്നു കൂടും. മത്സ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ അത് വന്നു കൂടുന്നത്. പക്ഷേ അങ്ങനെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ ഉള്ള ഓക്സിജന് വേണ്ടിയിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ട് വരുന്ന ഒരു പ്രദേശമാണ് ഈ ചാകര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാകര ലോകത്ത് വേറെ ഒരു പ്രദേശത്തുമില്ല. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം കാണപ്പെടുന്നു? അതിനെക്കുറിച്ചുള്ള കുറച്ച് ശാസ്ത്ര പഠനങ്ങളും അത് സംബന്ധിച്ചൊരു പ്രോജക്റ്റും ഒക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പം നമുക്ക് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ വളരെ ചെരിവുള്ള ഒരു ഭൂപ്രദേശം നമുക്കുണ്ട്. 70 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആവറേജ് വീതി എന്ന് പറയുന്നത്. നീളം എന്ന് പറയുന്നത് 700 കിലോമീറ്ററുണ്ട്. ഈ 70 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഹൈ റേഞ്ചുണ്ട്, മിഡിൽ ആയിട്ടുള്ള ഹൈ റേഞ്ചും താഴെ ഏറ്റവും താഴെ തീരപ്രദേശമുണ്ട്. തീരപ്രദേശത്തിനും ഹൈ റേഞ്ചിനും ഇടയ്ക്ക് മിഡിൽ പ്രദേശമുണ്ട്. അപ്പോൾ ഇത് വളരെ ചെരിവുള്ള ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ നമുക്ക് 2 ആക്റ്റീവ് മൺസൂണുണ്ട്. ഈ 2 മൺസൂണ് നമുക്ക് ഈ വെസ്റ്റേൺ ഗാട്ട്സിൽ നിന്നും ഏതാണ്ട് 1044ഓളം പുഴകളെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പുഴകൾക്കെല്ലാം ജന്മം നൽകിയിരിക്കുന്ന ഈ 2 മൺസൂണും ഈ വലിയ ഭൂപ്രകൃതിയുമാണ്, ഈ ചെരിവുള്ള ഈ ഭൂപ്രകൃതിയുമാണ്. അതിൽ 41 പുഴകളും നമുക്കറിയാം അത് അറേബ്യൻ കടലിൽ പതിക്കുന്നു. 3 വെസ്റ്റിലേക്ക് ഒഴുകുന്നു, 3 മാത്രം ഈസ്റ്റിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ പുഴകളിലൂടെ വളരെ വലിയ ക്വാണ്ടിറ്റി സെഡിമെൻസ് ആണ് കടലിലേക്ക് ഒഴുകിയെത്തുന്നത്. ആ സെഡിമെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഫൈനായിട്ടുള്ള മെറ്റീരിയലാണ്. വലിയ കല്ലുകളുമൊക്കെ മറ്റേ പുഴയുടെ അടിയിൽ തന്നെ കൂടെ നീങ്ങത്തുള്ളൂ പതുക്കെ. പക്ഷേ ഈ ഫൈൻ ചെളിവെള്ളം, ഈ നമ്മൾ പറയുന്ന മഴക്കാലത്തൊക്കെ കാണുന്ന ചെളിവെള്ളത്തിൽ മുഴുവൻ ഫൈൻ സെഡിമെൻസ് ആണ്. ഈ സെഡിമെൻസ് കൂട്ടത്തോടെ വലിയ ക്വാണ്ടിറ്റി കടൽ തീരത്ത് എത്തുമ്പോൾ അത് നമ്മുടെ കടൽ ജലത്തിൻ്റെ സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ വരുത്തും. അതിൻ്റെ സ്ട്രക്ചറിലേക്ക് ഈ ഫൈൻ സെഡിമെൻസ് കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്നതും അത് കടൽ തീരത്തൂടെ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. കടൽ തീരത്തെ കറൻറ്റിൻ്റെ ഇതനുസരിച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഈ വർഷം ഞാറയ്ക്കലാണ് കണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു പക്ഷേ ആലപ്പിയിലായിരിക്കും. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരാം. പക്ഷേ ഇതിൻ്റെ പിന്നിലെ കെമിസ്ട്രി ഇതാണ്. ഈ വാട്ടർ മോളിക്യൂളിലേക്ക് സെഡിമെൻസ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സ്ട്രക്ചർ മാറുന്നു, ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്നു, മത്സ്യങ്ങളൊക്കെ തീരത്തേക്ക് വരുന്നു. ഈ ഒരു പ്രത്യേകത നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക ഭൂപ്രകൃതി, ഈ വലിയ ചെരിവുള്ള പ്രദേശവും 44 പുഴകളുടെ ഒഴുക്കും ആ പുഴകൾക്ക് ജന്മം നൽകിയ 2 ആക്റ്റീവ് മൺസൂണും ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നുമില്ല. ഈ കാരണങ്ങളാണ് ഇതുപോലത്തെ ഒരു പ്രതിഭാസം നമ്മുടെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണുണ്ട്, എന്തുകൊണ്ടാണ് തിരമാലകളൊക്കെ സബ്സൈഡ് വരുന്നത്? ഈ വാട്ടർ മോളിക്യൂളിൽ സെഡിമെൻസിൻ്റെ അംശം വന്നു കഴിയുമ്പോഴത്തേക്കും വലിയ തിരമാലകളൊക്കെ സബ്സൈഡ് ചെയ്തിട്ട് വരുന്നു. ഒരു പ്ലാസ്റ്റിക് നേച്ചറുള്ള വാട്ടറായിട്ടത് മാറുന്നു.
അങ്ങനെ ഏറെ ചെരിവുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന ഒരു ഫിനോമിനയാണ് വാസ്തവത്തിൽ ചാകര. കാരണം നമുക്കറിയാം, ഈ പറയുന്ന 44 പുഴകളിൽ നിന്ന് വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി, വലിയ എമൗണ്ട് സെഡിമെൻസാണ് കടലിലേക്ക് ഓരോ വർഷവും 2 ആക്റ്റീവ് മൺസൂൺ മുഖേന നിക്ഷേപിക്കപ്പെടുന്നത്. ഈ സെഡിമെൻസ് തിരമാലകളിൽ വരുന്ന മാറ്റം, നമ്മുടെ സീ വാട്ടറിൽ വരുത്തുന്ന വ്യതിയാനങ്ങളാണ് വാസ്തവത്തിൽ ഈ ഏറ്റവും വലിയ ഈ ഫിനോമിനയ്ക്ക്, ഇവിടെ മാത്രം കാണപ്പെടുന്ന ഈ ഫിനോമിനയ്ക്ക്, ചാകരയ്ക്ക് കാരണമായി തീരുന്നത്. നമുക്കറിയാം, ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഒക്കെ പ്രൊഫസർമാർ ഇതേക്കുറിച്ച് പഠനം നടത്തുവാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ പഠനം നടത്തുകയും അവർ സമഗ്രമായ ഒരു പഠനത്തിന് ആർക്കും ഇതുവരെ സാധിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം ഓരോ പുഴകളിൽ നിന്നും കടൽ തീരത്ത് നിക്ഷേപിക്കപ്പെടുന്ന സെഡിമെൻസിൻ്റെ അളവ് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ 44 പുഴകളുടെ ഓരോ മൺസൂൺ സീസണിലും എത്രമാത്രം ക്വാണ്ടിറ്റി ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നും അത് തിരമാലകളിലെ വേവ്സിൽ എന്ത് മാറ്റങ്ങൾ എങ്ങനെയാണ് വരുത്തുന്നതെന്നും എന്തുകൊണ്ടാണ് ഇത് കടൽ തീരത്തൂടെ മാറി മാറി കാണപ്പെടുന്നത്. ഒരു വർഷം ഞാറയ്ക്കൽ കണ്ട അടുത്ത വർഷം ആലപ്പുഴ, അതുപോലെ മാറി മാറി, ചിലപ്പോൾ കൊച്ചിയിലായിരിക്കും. അങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ മെക്കാനിസവും ഇതെല്ലാം വളരെ സസൂക്ഷ്മം പഠന വിധേയമാക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച പഠനങ്ങളിൽ ചിലർ മുഴുകിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു സമഗ്രമായ പഠനത്തിന് വളരെ വർഷം നീണ്ടു നിൽക്കുന്ന വലിയ ബൃഹത്തായ ഒരു പദ്ധതി തന്നെ രൂപം കൊടുത്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്കറിയാനും ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനും സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത.